അത് ആദ്യം കോടീശ്വരനായിരുന്നു. കോടീശ്വരൻ ചെയ്തപ്പോൾ അമിതാഭ് ബച്ചൻ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അതായത് ഇന്ത്യ മുഴുക്ക കോടീശ്വരൻ്റെ മുന്നിലിരിക്കുന്ന സമയത്താണ് കോടീശ്വരൻ എൻ്റെ ഒരു ഓഫർ വന്നത്. നാച്ചുറലി ഒരുപാട് പേര് എതിർത്ത് പറഞ്ഞു. ഞാൻ ടി വിയിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നാറിപ്പോവും. പിന്നെ അമിതാഭ് ബച്ചൻ കൊച്ചു കുട്ടികൾ വരെ അമിതാഭ് ബച്ചൻ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയായില്ലെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, ഷൂട്ടിംഗ് സ്ഥലം മുതലായ സ്ഥലങ്ങളിലെ ആൾക്കാർ വളരെ മോശമായിട്ട് പെരുമാറും. എല്ലാവരും പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞു. ശ്രീനിവാസൻ എന്നോട് പറഞ്ഞു, നീ ചെയ്യണം, എന്തായാലും അമിതാഭ് ബച്ചനെ കാട്ടി നന്നാവും നീ. ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് വേണോ? അല്ല, അയാൾക്ക് നിന്റെ അത്രയും മലയാളം അറിഞ്ഞൂടെ. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, ഇത് ഇങ്ങനൊരു ഓഫർ വരുമ്പോഴത്തേക്ക് ഞാൻ കൊള്ളാവോ എന്നുള്ളത് അറിയണ്ടേ. അങ്ങനെ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി ആയതുകൊണ്ടാണ്. മലയാളം കോടീശ്വരനായിരുന്നു കേരളത്തിൽ റേറ്റിംഗ് നാച്ചുറലി. പക്ഷെ അതിന് ശേഷം ചെയ്ത ഷോ മുകേഷിന് സുഹൃത്തുക്കൾ പറഞ്ഞു അവന് പറ്റിയ സ്ഥലമാണ്, ഡീൽ ഓർ നോട്ട് ഡീൽ. എന്താ കാരണം? ഒരുപാട് പെമ്പിള്ളേർ അവിടെ ഉണ്ടെന്ന്. അത് ആരാണ് പറഞ്ഞതറിയാലോ? ഒന്ന് നോക്ക്, നേരിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു, എടാ മുകേഷ് നിനക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. മോഹൻലാലായിരിക്കും, ഞാൻ പറയുന്നില്ല. അല്ല, മോഹൻലാൽ കണ്ടിട്ട് ഞാനും മോഹൻലാലും കൂടെ ഇത് കണ്ടത് ഫസ്റ്റ്. അപ്പം മോഹൻലാലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഞാനൊരു ഡീൽ ഓർ നോ ഡീൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇയാളൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താണെന്ന്. ചുമ്മാ അല്ല.